ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് അന്ന് ഞാൻ വിചാരിച്ചത് ഇങ്ങോട്ട് റെഗുലറായിട്ട് വീഡിയോസ് ഇടണം എന്നായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ കഴുത്തൊന്ന് ഉളുക്കുകയും ഒന്നും പറയണ്ട, ഭയങ്കര വേദനയാണ്. ഞാൻ വീട്ടിലുണ്ടായിരുന്ന ഒരു ഓയിൽമെൻറ്റ് യൂസ് ചെയ്ത് നോക്കി, പുറത്തുനിന്ന് ഒരു ഓയിൽമെൻറ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്കി, കുറയുന്നില്ല. അവസാനം ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു, എക്സസൈസ് വീഡിയോസ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല, വേദന കുറയുന്നില്ല. അപ്പോൾ ഞാൻ അവസാനം ഇന്ന് ഞാൻ ഡോക്ടറിനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കണം, വെയിറ്റ് എടുക്കരുത്, എക്സസൈസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി ഞാൻ വെയിറ്റൊക്കെ കുറയാനുള്ള വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, പക്ഷേ എന്ത് എന്നാലും ഞാൻ ചെറുതായിട്ട് കഴുത്തിന് സ്ട്രെയിൻ വരാത്ത രീതിയിലുള്ള എക്സസൈസൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയ സമയത്ത് ഞാനും ചേട്ടായും കൂടെ കുറേ നാളുകൊണ്ട് ഇനിയായിക്ക് ഒരു പ്ലേ ഹൗസ് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആമസോണിൽ നിന്നായിരുന്നു. ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുതരാൻ പറഞ്ഞു. അവിടുന്ന് ഞാൻ അതും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാധനം. ഇത്രയും വലിയൊരു ബോക്സ് ആയിരുന്നു, ഒരു വലിയ വാനിനകത്തേക്കായിരുന്നു അവർ കൊണ്ടുവന്നത് കേട്ടോ. ഞാൻ ചോദിച്ചത് എന്താ ഇത്രയും വലിയ വണ്ടി, സാധാരണ ബൈക്കിലൊക്കെ വന്ന് കൊണ്ട് തരാറുള്ളത്. അപ്പോൾ പറയും വലിയ സാധനങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്നതെന്ന് പറയും. അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ, എനിക്കിത് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ആരെങ്കിലും സഹായത്തിന് വിളിക്കേണ്ടി വരും. എന്തായാലും നോക്കാം. നീ അവിടെ ഇരിക്കുവാണോ? കഴുത്ത് വേദന എന്ന് പറയുന്ന ഒരു രക്ഷയില്ല കേട്ടാ. കഴുത്തും കയ്യും എല്ലാം വേദന എടുക്കുവാണ്. ഇതിനകത്ത് എന്താണ്? ഇതിനകത്തൊരു സാധനമുണ്ട്. സാധനം ഇതിലേക്കൂടെ തുറക്കുന്നത് പിടി കിട്ടുന്നില്ലല്ലോ. കഴുത്ത് വരച്ചിട്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഭയങ്കര പാക്കിങ് ആകട്ടോ. തലങ്ങും വിലങ്ങും എല്ലാം ഒട്ടിച്ചിരിക്കുക. ഇങ്ങനെ തന്നെയാണോ തുറക്കുന്നേ ആവോ? ഇല്ല, ഇതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ടായിരുന്നു, വെറുതെ ഇരുന്നു. കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതാണ് ഐറ്റം കേട്ടോ. ഇത് തന്നെയാണ് ഇതിനകത്തുള്ളതെന്ന് തുറന്ന് നോക്കിയിട്ട് പറയാം. സെറ്റ് ചെയ്യുന്ന ഇതിനകത്ത് പടമുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിത് നോക്കി ചെയ്യാം. ഇങ്ങനൊക്കെ ആണോന്ന് അറിഞ്ഞു പോകട്ടോ. എന്തായാലും നമുക്ക് ഇങ്ങനല്ല. ഇങ്ങനല്ല, നമുക്ക് അടുത്ത രീതി ട്രൈ ചെയ്ത് ഓക്കെ ഓക്കെ. ഇതിനകത്ത് നീളം കൂടിയത് ഇതല്ലേ? കുരിഞ്ചിത് കുത്തു. ഇതിനകത്ത് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഓരോ ലെങ്തിനുള്ളതിന് ഓരോ ലെറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഓക്കെ, പിന്നെയും തെറ്റിയിട്ടുണ്ട്. കുറ്റത്തെറ്റാ കാണിച്ചു വെക്കുന്നത്. ഒന്നുകൂടെ അത് പടം ക്ലിയർ ആയിട്ട് നോക്കട്ടെ. രണ്ട് സൈഡിലും ഓക്കെ.
1 hour later. ഇത് അടുത്ത ലെങ്തിലുള്ളതാണ്. നെക്സ്റ്റ് ലെങ്തിലുള്ള ഇതിനകത്ത് ഓരോ ലെങ്തിലുള്ളത് എത്രയാണോ ഉണ്ടെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, മാറിപ്പോയാലും നമുക്ക് ചുമ്മാ അളന്ന് നോക്കിയല്ല വെച്ച് നോക്കാം. മറ്റേതായിട്ട് വെച്ച് നോക്കിയാൽ നമുക്ക് ലെങ്ത് അറിയാൻ പറ്റും. ഇത് സത്യത്തിൽ നീയായിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ ഇങ്ങനൊരു സംഭവം വരുന്നെന്ന്. ഞങ്ങളാണ് അവളെക്കാട്ടി കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്, ഞാൻ ചേട്ടായി. ഇനി ഇവിടെ ലെങ്ത്തിലുള്ളത് എനിക്ക് പണ്ട് എൻജിനീയറിങ്ങിന് പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ഈമാരി ഷേപ്പൊക്കെ വെച്ച് കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓർമ്മ വരുന്നു. വ്യത്യാസമുണ്ടല്ലോ. ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷൻ ആയല്ലേ. എനിക്ക് ഇതിന്റെ ക്ലോത്ത് ഇടുന്നതാണ് കേട്ടോ ടെൻഷൻ മുഴുവൻ. ഞാൻ റിവ്യൂസിനകത്തെല്ലാം കണ്ടു, സൂക്ഷിച്ചും കണ്ടു, ഇട്ടില്ലെങ്കിൽ കീറി പോകുമെന്നൊക്കെ കണ്ടു. ഇപ്പോഴേ ഇതിനകത്ത് നിന്ന് കളിക്കുവാണേ. ഞങ്ങൾക്ക് ഇപ്പോഴും ഇതെന്ത് സംഭവം, ഞാൻ ഇതെന്ത് തനിയാ എന്തോ ചെയ്യുന്നേ കുട്ടാ? അമ്മ എന്താ ചെയ്യുന്നതെന്ന് അറിയോ എനിക്ക്? പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ കുട്ടാ. ഇത് മൊത്തം മുകളിലേക്ക് വരണം. അതിന്റെ ഒരു കഷ്ണമല്ല, ഒരു ജോയിന്റ്. ഇതെല്ലാം അഴിക്കണമല്ലോ. വെളിയിലിട്ട് ചെയ്യാൻ ആദ്യം വിചാരിച്ചത്, പക്ഷെ പിന്നെ ചേട്ടായി പറഞ്ഞു വെളിയിലിട്ട് ചെയ്തിട്ട് പിന്നെ അകത്തോട്ട് കയറ്റാൻ പറ്റിയില്ലെങ്കിലോ. 2 hours later. One eternity later. അയ്യോ, അങ്ങനെ നമ്മുടെ വീട് പ്ലേ ഹൗസ് പ്ലേ ടെൻ്റ് എന്നൊക്കെ പറയും. ഇതെന്തായാലും റെഡി ആക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുകൊണ്ട് ഓല കൊണ്ട് കുഞ്ഞു കുഞ്ഞു വീടുണ്ടാകത്തില്ലേ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ഇത്. MRP എന്ന് പറയുന്നത് 1499, പക്ഷേ ഞങ്ങൾ മേടിച്ചത് 1100 രൂപയ്ക്കാണ്. പക്ഷേ കുഴപ്പമില്ലല്ലേ, നല്ല രസമുണ്ട്. ഞങ്ങൾ കുറേ നാളുകൊണ്ട് ഇത് മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നീയാ ഇന്നോട്ട് ഇതിനകത്താണോ കിടന്നുറങ്ങുന്നേ? ഇവിടാണോ? ഇപ്പോഴേ അവളെ അതിനകത്ത് കിടപ്പായെന്ന് തോന്നുന്നു. കൊള്ളാവോ? അപ്പം നീയാടെ ഈ കുഞ്ഞിക്കൊട്ടാരം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് നീയാക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറെ പല രീതിയിലുള്ള മോഡലുകളുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റിനും പ്രിൻറ്റുകളൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഈ കുഞ്ഞു ജനാലയും ഒരു കുഞ്ഞു അതിലും കർട്ടനൊക്കെ ഉള്ളത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ കുറച്ച് ഫ്രണ്ടിൽ 3 പൂക്കളൊക്കെ നിൽക്കുന്നത് കണ്ടോ, അതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചൂസ് ചെയ്തേ. എനിക്കും ചേട്ടായിക്ക് ഇത് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിരുന്ന്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇതിനകത്ത് അവർ പറയുന്നത് 6 വയസ്സ് 7 വയസ്സ് വരെയൊക്കെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. നിയയുടെ തലയ്ക്ക് ഒരു ശകലം
അത് തന്നെയല്ലേ ഇതിൻ്റെ വാതിലെന്ന് പറയുന്നത് ഒരു കുഞ്ഞു വാതിലാണ്. അപ്പോൾ അതിൽ കൂടി എന്തായാലും ഇപ്പോഴത്തന്നെ നീ കുനിങ്ങാ കയറുന്നത്. അപ്പോൾ കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇത്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ.